യുദ്ധഭൂമിയിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ വമ്പൻ സൈനിക നീക്കം അരങ്ങേറുകയാണ്. ദക്ഷിണ ലെബനിലെ വിവിധ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള നടത്തിയ 20ഓളം ആസൂത്രിത ആക്രമണങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും ഒരേ സമയം പ്രയോഗിച്ചുകൊണ്ടുള്ള ഈ നീക്കം മേഖലയിലെ യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം അതിർത്തിയിലെ ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾക്കും വാഹനങ്ങൾക്കും നേരെ ഹിസ്ബുള്ള കനത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ആധുനിക യുദ്ധമുഖത്തെ കരുത്തനായ ഇസ്രായേലിന്റെ മർക്കാവ ടാങ്കുകൾ പോലും ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടതായാണ് വിവരങ്ങൾ. ടാങ്കുകൾക്കും സൈനിക വാഹനങ്ങൾക്കും നേരെ നടന്ന ഈ കൃത്യമായ ആക്രമണങ്ങൾ ഇസ്രായേൽ സൈനികർക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. റോക്കറ്റുകൾക്കും പീരങ്കികൾക്കും പുറമെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളാണ് ഹിസ്ബുള്ള പ്രധാനമായും ഉപയോഗിച്ചത്. അതിർത്തി കടന്നെത്തിയ ഈ ചാവേർ ഡ്രോണുകൾ ഇസ്രായേൽ സൈനികർ തമ്പടിച്ചിരുന്ന ഇടങ്ങളിൽ നേരിട്ട് പതിക്കുകയായിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ട് ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിയത് ഇസ്രായേലിന്റെ സുരക്ഷാ മുൻകരുതലുകൾക്ക് വലിയ തിരിച്ചടിയായി. തൈബ മേഖലയിൽ നടന്ന ഏകോപിച്ച ഡ്രോൺ ആക്രമണങ്ങളാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഒരേ സമയം ഒന്നിലധികം ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ഈ നീക്കം ഇസ്രായേലിന്റെ നിരീക്ഷണ സംവിധാനങ്ങളെ നിശ്ചലമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഈ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നു. സൈനിക കേന്ദ്രങ്ങളിലെ ആശയവിനിമയ സംവിധാനങ്ങളും ഈ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു. ടൈർ മേഖലയിലെ ഇസ്രായേലിന്റെ അത്യാധുനിക നിരീക്ഷണ ഡ്രോൺ വെടിവെച്ചിട്ടതായും ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു. ഉപരിതലത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈൽ ഉപയോഗിച്ചാണ് ഈ ഡ്രോൺ തകർത്തത്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ നീക്കങ്ങളെ തടയാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഹിസ്ബുള്ള നൽകുന്നത്. ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ ഡ്രോൺ കത്തിയമരുന്ന ദൃശ്യങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹിസ്ബുള്ള ഈ ആക്രമണങ്ങൾ കടുപ്പിച്ചത്. ഇസ്രായേൽ സൈനികർ തമ്പടിച്ചിരുന്ന ഇടങ്ങളിൽ റോക്കറ്റുകൾ പതിച്ചതോടെ പലയിടത്തും വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേൽ നഗരങ്ങളിലെ പല സൈനിക കേന്ദ്രങ്ങളും ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കത്തിയെരിയുന്ന സാഹചര്യമാണുള്ളത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഹിസ്ബുള്ളയുടെ ഈ നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളയുടെ ഒളിപ്പോര് തന്ത്രങ്ങൾ അവരെ കുഴയ്ക്കുന്നുണ്ട്. മലനിരകളിലും ഒളിത്താവളങ്ങളിലും മറഞ്ഞിരുന്നുകൊണ്ട് കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ അയക്കാൻ ഹിസ്ബുള്ളയ്ക്ക് സാധിക്കുന്നു. ഇത് ഇസ്രായേൽ സൈനികർക്ക് അതിർത്തിയിൽ കൂടുതൽ നേരം നിലയുറപ്പിക്കുന്നത് പ്രയാസകരമാക്കുന്നു. ലെബനൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ ഈ കനത്ത ആഘാതം ഇസ്രായേൽ ഭരണകൂടത്തിനുള്ളിലും സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൈനികരുടെ മരണവും പരിക്കും സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും അടിച്ചമർത്താൻ കഴിയാത്തത് ഇസ്രായേലിന്റെ സൈനിക മികവിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നിട്ടുണ്ട്. ഇറാന്റെ നേരിട്ടുള്ള പിന്തുണ ഹിസ്ബുള്ളയ്ക്ക് ഈ പോരാട്ടത്തിൽ വലിയ കരുത്താണ് നൽകുന്നത്. അത്യാധുനിക മിസൈലുകളും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിവരയ്ക്കുന്ന ഒന്നാണ്. ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഇസ്രായേലിനെ വളഞ്ഞു നിന്ന് ആക്രമിക്കുന്ന തന്ത്രമാണ് ഇപ്പോൾ പയറ്റുന്നത്. ഈ ആക്രമണങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ തീരുമാനിച്ചതോടെ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന്റെ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യം മേഖലയെ വലിയൊരു സ്ഫോടനത്തിലേക്കാണ് നയിക്കുന്നത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ വടക്കൻ നഗരങ്ങളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്നത്. ഈ നഗരങ്ങൾ ഇപ്പോൾ പ്രേത നഗരങ്ങൾക്ക് സമാനമായി മാറിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ ഇസ്രായേലിന്റെ സാമ്പത്തിക ഭദ്രതയെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം കേവലം ഭൂപ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ഈ 20 ആക്രമണങ്ങൾ ഇസ്രായേലിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. തങ്ങളുടെ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഹിസ്ബുള്ള ആവർത്തിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും സമാധാന ശ്രമങ്ങൾക്കൊന്നും ഫലം കാണുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയ്ക്ക് പോലും അതിർത്തിയിലെ സാഹചര്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല.
മിസൈലുകൾ ആകാശത്ത് കത്തിയെരിയുന്ന ദൃശ്യങ്ങൾ ലോകമെങ്ങും ഭീതിയോടെയാണ് വീക്ഷിക്കുന്നത്. ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. കേവലം ഒരു ഗറില്ല ഗ്രൂപ്പ് എന്നതിലുപരി ഒരു പ്രൊഫഷണൽ സൈന്യത്തിന് സമാനമായ രീതിയിലാണ് അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവരുടെ ആസൂത്രണവും ആക്രമണ ശൈലിയും ഇസ്രയേൽ സൈന്യത്തെ പോലും അമ്പരപ്പിക്കുന്നു. മർക്കാവ ടാങ്കുകൾ തകർക്കപ്പെട്ടത് ഇസ്രയേൽ സൈന്യത്തിന്റെ ആത്മവീര്യത്തെ ബാധിക്കുന്ന ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ടാങ്കുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇവയെ തകർക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞത് അവരുടെ പക്കലുള്ള ആന്റി ടാങ്ക് മിസൈലുകളുടെ കരുത്ത് വെളിപ്പെടുത്തുന്നു. ഇത് യുദ്ധഭൂമിയിൽ ഇസ്രയേലിന്റെ മേൽക്കൈ കുറയ്ക്കാൻ കാരണമാകും. സൈനിക പോസ്റ്റുകൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ പല ഉന്നത ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട്. ഇസ്രയേൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അതിർത്തിയിൽ നിന്ന് സൈനികരെ മാറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സൈന്യത്തിന് സംഭവിച്ച ഈ വലിയ നഷ്ടം ഇസ്രയേലിന്റെ വരും ദിവസങ്ങളിലെ നീക്കങ്ങളെയും ബാധിക്കും. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഇസ്രയേൽ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരാജയമായിട്ടാണ് പലരും കാണുന്നത്. ഇത്രയും വലിയൊരു ആക്രമണം മുൻകൂട്ടി കാണാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് ഗൗരവകരമാണ്. ഹിസ്ബുള്ളയുടെ പുതിയ തന്ത്രങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. മേഖലയിലെ മറ്റു രാജ്യങ്ങളും ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഭയപ്പെടുന്നു. ലബനനിലെ ആഭ്യന്തര സാഹചര്യം അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇസ്രയേൽ ലബനന് മേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ സാധാരണക്കാരെയും ബാധിക്കുന്നുണ്ട്. ഇത് ഹിസ്ബുള്ളയോടുള്ള ജനകീയ പിന്തുണ വർദ്ധിപ്പിക്കാനാണ് സഹായിക്കുന്നത്. ഇസ്രയേൽ നഗരങ്ങളിലെ അഗ്നിബാധകൾ അണയ്ക്കാൻ ഫയർഫോഴ്സ് പണിപ്പെടുകയാണ്. പലയിടത്തും റോക്കറ്റുകൾ പതിച്ച് ജനവാസ കേന്ദ്രങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധം അതിർത്തിയിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പടരുന്നത് വലിയൊരു മാനുഷിക ദുരന്തത്തിന് വഴിവെക്കും. ഹിസ്ബുള്ള നടത്തിയ ഈ വൻ ആക്രമണ പരമ്പര പശ്ചിമേഷ്യയിലെ യുദ്ധചരിത്രത്തിൽ നിർണായകമാണ്. ഇസ്രയേൽ സൈന്യത്തിന്റെ കരുത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഹിസ്ബുള്ള നടത്തിയ ഈ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകാൻ കാരണമാകും. ഇസ്രയേൽ സൈനികർക്ക് സംഭവിച്ച ഈ കനത്ത പ്രഹരം എങ്ങനെ മറികടക്കുമെന്നത് കണ്ടറിയണം. ലബനൻ അതിർത്തി ഇപ്പോൾ ഒരു മരണക്കെണിയായി മാറിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേൽ സൈന്യത്തിന് വിശ്രമമില്ലാത്ത രാത്രികളാണ് സമ്മാനിക്കുന്നത്. യുദ്ധത്തിന്റെ കനലുകൾ ആളിപ്പടരുമ്പോൾ പശ്ചിമേഷ്യയുടെ ഭാവി എന്താകുമെന്ന് ലോകം ഭയത്തോടെ കാത്തിരിക്കുകയാണ്.